അതെ, ഈ വെറുപ്പിനകത്ത് നമ്മളൊന്ന് അല്പം സമയം കൊടുത്തേ, വെറുപ്പിനകത്ത് അല്പം സമയം കൊടുത്തേ, അല്ലെങ്കിൽ അല്പം സ്പേസ് കൊണ്ടുവന്നേ. ആദ്യം സമയം കൊടുക്കുക, എന്നുവെച്ചാൽ സാവകാശമാക്കുക, ആ വെറുപ്പിൻ്റെ സ്പീഡൊന്ന് കുറക്കുക. പെട്ടെന്ന് അങ്ങോട്ട് വെറുത്തിട്ട് പോകണ്ടെന്നേ, ആ വെറുപ്പിനകത്തൊന്ന് ശ്രദ്ധിക്കുക. എന്തിനാ പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യപ്പെട്ടിട്ട് പോകണം? ദേഷ്യത്തിനകത്തോട്ട് ഒന്ന് ഇറങ്ങുക, ഒന്ന് ആകാശം കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ആ ദേഷ്യപ്പെട്ട് എന്ന് പറഞ്ഞ ഭാഗത്തെ നമുക്ക് വിശകലനം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വെറുപ്പിനകത്ത് അല്ലെങ്കിൽ ദേഷ്യത്തിനകത്ത് അവിടെയും നല്ല മനോഹരമായിട്ടുള്ള തെളിച്ചം തന്നെയാണ്. ഇത് മറ്റൊന്നിനെ കണ്ടതുകൊണ്ടാണ് ഈ ദേഷ്യം വന്നത്. അല്ലെങ്കിൽ ദേഷ്യം വരത്തില്ല, മറ്റൊന്നിനെ കണ്ടതുകൊണ്ടാണ്. മറ്റ് ഒന്നിനെ കണ്ടതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ദേഷ്യവും സങ്കടവും ഭയവും ഉത്കണ്ഠയും എല്ലാം ഉണ്ടായത്. അല്ലെങ്കിൽ ഇല്ല. ഒന്നായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഈ ഭാഗമില്ല. ഒന്നായിട്ടിരിക്കുമ്പോഴാണ് തെളിച്ചം ഉണ്ടാകുന്നത്. ഒന്നായിട്ടിരിക്കുന്നിടത്ത് നിരന്തരം തെളിച്ചോ. ഈ ദുഃഖത്തിൽ സുഖം ഇരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ഒരു പൊരുളെന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു കോയിൻ എടുത്തു കഴിഞ്ഞാൽ, ഒരു രൂപയുടെ കോയിൻ എടുത്തു കഴിഞ്ഞാൽ അത് അതിനകത്തിൽ കാലരയിലും അരമുക്കാലിലും മുക്കാൽ മുഴുവനിലും ലയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ പൊരുൾ തന്നെയാണ് അല്ലേ? അതെ അതെ അതെ. ഇത് എങ്ങനെയൊക്കെ നോക്കിയാൽ ഇതൊന്നു മാത്രമേ ഉള്ളൂ, മനസ്സിലായ? നമ്മളെടുത്ത തീരുമാനം നടപ്പിലാകാത്തതിൻ്റെ വിഷമമാണ്, മനസ്സിലായ? നമ്മളെടുത്ത തീരുമാനം നടപ്പിലാകാതെ ഇരിക്കുന്നതിൽ സന്തോഷിക്കുക, മനസ്സിലായ? ഇനി നടപ്പിലായാൽ അതിലൊന്നും ഇല്ലെന്നും മനസ്സിലാക്കുക. നമ്മളെടുത്ത തീരുമാനം നടപ്പിലായാൽ അപ്പോഴും ഒന്നുമില്ല, മനസ്സിലായ? നമ്മളെടുത്ത തീരുമാനം നടപ്പിലായാലും ഒന്നുമില്ല, നമ്മളെടുത്ത തീരുമാനം നടപ്പിലാക്കിയില്ലേലും കുഴപ്പമില്ല. ഇത് എടുക്കാനും മാറ്റാനും രണ്ടും എല്ലാം മനസ്സിലാക്കണം, മനസ്സിലായി? ഏത് സമയത്തും നമ്മുടെ തീരുമാനം എടുക്കാനും തീരുമാനം നടപ്പിലാക്കാനും, നടപ്പിലാക്കിക്കഴിഞ്ഞാലും ഒന്നുമില്ല എന്നുള്ളൊരു ഭാഗവും, മനസ്സിലായി? നടപ്പിലാക്കിയില്ലേലും ഒന്നുമില്ല എന്നുള്ള ഭാഗവും, രണ്ടും മനസ്സിലാക്കണം. രണ്ടും ഫ്രീ ആയിട്ട് കൈകാര്യം ചെയ്യണം, രണ്ടും അനായാസം കൈകാര്യം ചെയ്യണം, മനസ്സിലായി? രണ്ടും അനായാസം കൈകാര്യം ചെയ്യണം. അതാണ് സ്വാതന്ത്ര്യം. കാരണം നമ്മളെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുകയാണ് ചെയ്യുന്നത്, മനസ്സിലായ? എടുപ്പിക്കുന്ന ശക്തി ചിലപ്പോൾ അവിടെ നിന്ന് വിട്ടുപോവുകയും ചെയ്യും. നമ്മളെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ അപ്പം തന്നെ അപ്രത്യക്ഷമാവും, മനസ്സിലായി? അങ്ങനെയുള്ള തീരുമാനങ്ങളാണ് ദേഷ്യവും വാശി വൈരാഗ്യം വെറുപ്പ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ഈ ദേഷ്യവും വാശിയെല്ലാം നമ്മളെ കൊണ്ട് ഉണ്ടാക്കിക്കുന്ന തീരുമാനം വളരെ നൈമിഷികമായിട്ടുള്ളതാണ്. പക്ഷേ സ്നേഹം, വാത്സല്യം, അതിനൊക്കെയുള്ള തീരുമാനങ്ങൾ വളരെ ശാന്തമായിട്ട് നിലനിൽക്കുന്ന വ്യവസ്ഥയുടെ സ്വാധീനത്തിലുള്ള തീരുമാനമാണ് സ്നേഹം, പ്രണയം, മനസ്സിലായ? സഹകരണം, ഇതെല്ലാം കുറച്ചും കൂടി സ്റ്റേബിളായിട്ടുള്ള ആക്ടിവിറ്റീസിൽ നിന്നുണ്ടാകുന്നതാണ്. അതും ആക്ടിവിറ്റി തന്നെയാണ്. പക്ഷേ അതിൻ്റെ ലക്ഷണം കുറച്ചും കൂടി ശാന്തമായിട്ട് നിലനിൽക്കുന്ന, അത് പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നതല്ല, മനസ്സിലായി? മറ്റേതൊക്കെ പെട്ടെന്ന്, നമുക്ക് വാശി എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് രൂപം കൊള്ളുന്നതാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്തിനാ ഞാൻ ദേഷ്യപ്പെട്ടത് നോക്കിയാൽ എനിക്ക് പിടിയും കിട്ടത്തില്ല. അങ്ങനെ തുടരുമ്പോൾ നമുക്ക് മാനസിക അസ്വസ്ഥതകളുണ്ടാകുന്നത്. ഞാൻ എടുക്കുന്ന പല തീരുമാനത്തിൻ്റെയും അടിസ്ഥാനം എനിക്ക് പിടികിട്ടുന്നില്ല, ശ്രദ്ധയില്ല, പിന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം? കാരണം ഇങ്ങനെ നമ്മളെ കൊണ്ട് തീരുമാനങ്ങൾ എടുപ്പിക്കുന്ന കാര്യങ്ങൾ അപ്രത്യക്ഷമായി പോകുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റത്തില്ല, മനസ്സിലായേ? അതുകൊണ്ട് കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റത്തില്ല. അതാണ് മാനസിക അസ്വസ്ഥതയുടെ കാരണം. അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്താണ് എന്നെക്കൊണ്ട് തീരുമാനം എടുപ്പിച്ചതെന്ന് കൃത്യമായിട്ട് കാണണം. അവിടെയാണ് കുറച്ചും കൂടി ശാന്തത കൈവരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ അഹങ്കാരം ഒതുങ്ങുന്നത്. അപ്പോഴാണ് നമുക്ക് നിവർന്നിരിക്കാൻ പറ്റുന്നത്. നിവർന്നിരിക്കണം. തലകുനിച്ചിരിക്കുന്ന ഭാഗം ആകരുത്. തലകുനിച്ചിരിക്കുന്ന ഭാഗമാണെങ്കിൽ നമുക്കറിയാം എന്താണ്,
എന്നെക്കൊണ്ട് തീരുമാനമെടുപ്പിച്ച അവസ്ഥ നഷ്ടപ്പെട്ടു പോയി, കുറ്റബോധം. നമ്മൾ ഇത്ര നോക്കിയാൽ നമ്മൾ നിവർന്നാണോ ഇരിക്കുന്നത്, നമ്മൾ എത്രത്തോളം നിവർന്നിരിക്കുന്നുള്ള ഭാഗം നോക്കിയാൽ അറിയാം. കാരണം അനാവശ്യ കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കുന്നവന് നിവർന്നിരിക്കാൻ പറ്റത്തില്ല, മനസ്സിലായോ? അപ്പോൾ നിവർന്നിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തെളിച്ചം കാണാം. കാരണം നിവർന്നിരിക്കുമ്പോൾ സൂര്യനായിട്ടുള്ള ബന്ധമാണ്, അതുകൊണ്ടാണ് നിവർന്നിരിക്കാൻ സാധിക്കുന്നത്. സൂര്യൻ നമ്മളെ ചലിപ്പിക്കുന്ന ഊർജ്ജമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ മാത്രമേ നിവർന്നിരിക്കാൻ പറ്റത്തുള്ളൂ. ഇത് എല്ലായ്പ്പോഴും വേണം. ഞാൻ അല്പനേരം യോഗ ചെയ്യാൻ പോകുന്നു, അപ്പം ഇങ്ങനെ നിവർന്നൊക്കെ ഇരുന്ന് ഇല്ല, യോഗത്തിലായിരിക്കണം, മനസ്സിലായി? ഇതെല്ലായ്പ്പോഴും സത്യസന്ധതയിലായിരിക്കണം. എന്നുവെച്ചാൽ എന്നെ ചലിപ്പിക്കുന്ന ശക്തി നിരന്തരമുണ്ടാകണം. എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് അതിനു വേണ്ടിയിട്ട് ഓടുന്നതല്ല, എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് അതിൻ്റെ പുറകെ ഓടുന്നതല്ല, മനസ്സിലായി? അത് നമ്മൾ അല്പേരം നോക്കിയാൽ മതി, അത് മാഞ്ഞു പോകും, മനസ്സിലായി? ഒരാൾക്ക് ദേഷ്യം വന്ന് നമ്മൾ അല്പനേരം നോക്കിയിരുന്നു, കുറച്ച് കഴിയുമ്പോൾ ഇയാളുടെ ദേഷ്യം പോകും, സങ്കടം വന്ന് പോകും കുറച്ച് കഴിയുമ്പോൾ. പക്ഷെ നമ്മൾ ആ ദേഷ്യത്തെ കയറി പിടിക്കും. അത് നീ എന്തിനാ ദേഷ്യപ്പെട്ടത്? അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ദേഷ്യപ്പെട്ടതിൽ കാര്യമുണ്ടെന്ന് ഇയാൾക്ക് മനസ്സിലായി. സങ്കടപ്പെട്ട് നീ എന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നത്? അപ്പോഴാണ് ഈ വ്യക്തിക്ക് മനസ്സിലായി ഇതിൽ കാര്യമുണ്ട്, നമ്മളത് തിരക്കണ്ട, മനസ്സിലായ? ദേഷ്യപ്പെട്ട ആൾ തന്നെ തിരക്കിക്കൊള്ളും. നമ്മൾ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം മതി. ഈ വ്യക്തി ദേഷ്യപ്പെട്ടതിന് കാരണം നമുക്കറിയത്തില്ല, ചോദിക്കണ്ട, ആവശ്യമില്ല. ആ വ്യക്തി തന്നെത്താൻ ദേഷ്യപ്പെട്ട് അത് കഴിഞ്ഞിട്ട് തന്നെത്താൻ വന്നോളും. നമുക്ക് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം മാത്രം മതി, അല്ലാത്തൊരു ഭാവം ആവശ്യമില്ല, മനസ്സിലായ? അല്ലാത്തൊരു ഭാഗം ആവശ്യമില്ല. ഇത് തനിയെ വർക്ക് ചെയ്തോളും. തമ്മിൽ കമ്മ്യൂണിക്കേഷൻ തന്നെത്താൻ വർക്ക് ചെയ്യും, മനസ്സിലായി? എല്ലാവരും പരസ്പരം ഒരുമിക്കും. അത് എല്ലാവരുടെയും ആവശ്യം ഒന്നാണ്. മാക്സിമം, മനസ്സിലായ? നമ്മളെ മാക്സിമം പ്രൊജക്റ്റ് ചെയ്യുക, മനസ്സിലായ? നമ്മളെ മാക്സിമം ഏതെല്ലാം രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നു, മനസ്സിലായ? അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ യൂട്യൂബിലും വീഡിയോ എല്ലാം ഒരെണ്ണം തന്നെ ഇടുന്നത്, മനസ്സിലായ? ഒരൊറ്റ വീഡിയോനും എല്ലാം ഇട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല, പുതിയതായിട്ടൊന്നും ഇടാനില്ല. ഒരേ വീഡിയോ തന്നെ പല വിധത്തിൽ, മനസ്സിലായ? ചിലപ്പോൾ ഒരേ വിധത്തിൽ തന്നെ 2, 3, 4, 5, 6 വീഡിയോ ഉണ്ടാകും. പക്ഷെ ഒന്നേ ഉള്ളു, അല്ലാണ്ട് പലതൊന്നും ഇല്ല, മനസ്സിലായി? പലതിനെ നിർവീര്യം ചെയ്യുന്നതാണ് ജീവിതം, മനസ്സിലായി? ജീവിതം എന്ന് പറഞ്ഞാൽ കളേഴ്സ് ഇല്ലാണ്ടൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക. അപ്പോഴാണ് നമ്മുടെ പവർ കൂടുന്നത്. കളേഴ്സിൽ നമ്മുടെ പവർ കൂടുകയല്ല, പവർ പോകണിയെന്ന്, മനസ്സിലായോ? കളേഴ്സിൽ നമ്മുടെ പവർ പോകണിയെന്ന്, അത്രേ സംഭവിക്കത്തുള്ളൂ. അങ്ങനെ സംഭവിക്കാൻ പറ്റത്തുള്ളൂ, മനസ്സിലായോ? വേറൊന്നും സംഭവിക്കാൻ പറ്റത്തില്ല. സ്റ്റേബിളായിട്ട് നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കുമ്പോഴാണ് നമ്മൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നത്, അങ്ങനല്ലേ? തീർച്ചയായിട്ടും സ്റ്റെബിലിറ്റി ആയിട്ട് കണക്ട് ആയാലേ സ്റ്റെബിലിറ്റി ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സ്റ്റെബിലിറ്റി അല്ല. അല്ലല്ലല്ലല്ലല്ല, അമ്മയെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, മനസ്സിലായ? അമ്മയെ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറ്റുന്നതല്ല, അമ്മ ഉള്ളതാ, അല്ലേ? അമ്മ ഉള്ളതാ, അത് ഓർഡറാണ്. അമ്മ ഒരിക്കലും ഡിസോർഡർ ആകത്തില്ല. അമ്മ ഓർഡറാ, അമ്മ പെർഫെക്റ്റ് ഓർഡറാ, അമ്മ നിരന്തരം നിലനിൽക്കുന്ന, മനസ്സിലായ? അമ്മയായിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൂര്യനായിട്ടുള്ള ബന്ധം ഉണ്ടാവും. അമ്മയായിട്ടുള്ള ബന്ധം സത്യസന്ധമാണെങ്കിലും സൂര്യനായിട്ടുള്ള ബന്ധം ഉണ്ടാകാതിരിക്കാൻ പറ്റത്തില്ല, മനസ്സിലായ? പ്രവൃത്തിയിലെ പ്രിസിഷൻ എന്ന് പറഞ്ഞ ഭാഗം പറഞ്ഞില്ലേ? അതേപോലെ തന്നെ നമ്മൾ ഈ കാഴ്ച
നമ്മളിപ്പം നടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പല പല കാഴ്ചകൾ നോക്കിയാ നടക്കുന്നത്, അതായത് ഇങ്ങനെ ഫിഡ്ജറ്റ് ചെയ്താ നടക്കുന്നതെങ്കിൽ ആ ഭാഗവും ഈ പറഞ്ഞ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഭാഗമല്ലേ? പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ, പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ പ്രവർത്തിപ്പിക്കുന്നത് എന്താണെന്ന് കാണണ്ടേ? പ്രവർത്തിപ്പിക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ പ്രവർത്തിപ്പിക്കുന്ന എക്സ്പാൻഷനാണ് നമ്മളെ പ്രവർത്തിപ്പിക്കുന്നത്, അല്ലേ? ആ എക്സ്പാൻഷനെ പ്രവർത്തിക്കുന്നത് പല പല കാര്യങ്ങളും നമ്മളെ പ്രവർത്തിപ്പിക്കുന്നില്ല. നമുക്ക് തോന്നുകയാണ് പല പലതാണെന്ന്. ഇതൊരൊറ്റ കാര്യമാണ് നമ്മളെ ചലിപ്പിക്കുന്നത്. മനസ്സിലായി? നമ്മൾ ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് പറയുന്നു, പക്ഷെ ഇതൊരൊറ്റ കാര്യമേ ഉള്ളൂ. അവിടെയാണ് നമ്മൾ ഈ ഒത്തിരി കാര്യങ്ങൾ, നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ മല്ലി, മുളക്, ഉപ്പ്, മഞ്ഞൾ, ഇഞ്ചി, പല സംഭവങ്ങൾ ചേർക്കുന്നത്. പക്ഷെ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചേർക്കുന്നത്, ഒന്നിനു വേണ്ടിയിട്ടാണ്, അല്ലേ? ഒന്നിനെ തെളിച്ചെടുക്കാനാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ സൂചന? വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളെല്ലാം ചേർന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വ്യത്യാസങ്ങളെല്ലാത്തിലും ഇത് ഒന്ന് തന്നെയാണുള്ളത്. ഇതിലെല്ലാത്തിലും ഇത് ഒന്ന് തന്നെയാണുള്ളത്. മനസ്സിലായോ? എല്ലാത്തിലും ഒന്ന് തന്നെയാണുള്ളത്, അല്ലാണ്ട് മറ്റൊന്നില്ല.